ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ഈ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പം ഇതൊരു ഡെസ്ക് മേക്ക് ഓവർ ആവും എന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് ഡെസ്ക് മേക്ക് ഓവർ ആവുന്നത് എങ്ങനെയാണെന്ന് വഴിയെ കാണാം. കഴിഞ്ഞ 2 വീഡിയോസിലൊക്കെ ഞാൻ ആ ലാമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ബൾബ് ഇട്ടിട്ടില്ലായിരുന്നു. ഈ ഒരു ബൾബാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഒരു വാം ലൈറ്റ് വേണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ആ ബൾബ് ചൂസ് ചെയ്തത്. ഞാൻ മുന്നേയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ഈ റൂമിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡിസ്കോ ബോൾ ആയിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ എന്തോ ഈ ഒരു ലാമ്പ് വന്നപ്പം ഈ ലാമ്പ് ആണോ എന്നൊക്കെ തോന്നിപ്പോകുന്നുണ്ട്. ബട്ട് ഡിസ്കോ ബോൾ തന്നെയാണ്. എന്നാലും ആ വാം ലൈറ്റ് ഒക്കെ വന്നപ്പം ആ ഡിസ്കോ ബോളിന് കുറച്ചുകൂടെ ഭംഗി കൂടി. അതവിടെ നിൽക്കട്ടെ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡെസ്കിന് ചെറിയൊരു ചേഞ്ച് വരുത്താൻ ആഗ്രഹമുണ്ട്, ചെറിയൊരു ഡെസ്ക് മേക്ക് ഓവർ ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലുതായിട്ടുള്ള ചേഞ്ചസോ മേക്ക് ഓവർ ഒന്നും അല്ല, വെറുതെ ഇപ്പൊ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കുമല്ലോ സെയിം സെറ്റപ്പ്. അപ്പൊ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തിയാൽ കുറച്ചുകൂടെ കുഴപ്പമില്ലാന്ന് തോന്നുമല്ലോ, അങ്ങനെയൊക്കെ. ഇപ്പോഴും മേക്ക് ഓവർ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് നോക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ആ ഒരു ബൾബ് ഇപ്പം വെച്ചിട്ടേ ഉള്ളൂ ആ ലാമ്പിൽ. അപ്പോൾ ആ ലാമ്പ് അവിടെ വെച്ചിട്ടാണോ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടാണോ ഭംഗി നോക്കുകയാണ്. പക്ഷെ വാളിൻ്റെ ആ സൈഡിൽ വെച്ചിട്ട് ലൈറ്റ് അത്രയ്ക്ക് ഇങ്ങോട്ട് എത്താത്ത പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഈ സൈഡിലേക്ക് തന്നെ മാറ്റി വെച്ചു. എന്നിട്ട് ടു ഡു ലിസ്റ്റ് എഴുതുകയാണ്. ഞാൻ പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അങ്ങോട്ട് എത്തിയപ്പോഴാണ് ഇതൊരു മേക്ക് ഓവർ വീഡിയോ ആയത്. മെയിനായിട്ട് എനിക്ക് പെൻപാലിന്റെ റിപ്ലൈ ലെറ്റർ അയക്കാനുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ എൻ്റെ ഫസ്റ്റ് പെൻപാൽ. അതിന്റെ റിപ്ലൈ ഞാൻ ഇതുവരെ അയച്ചിട്ടില്ലായിരുന്നു, കാരണം സമയം ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പെൻപാൽ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആകെ ഒരു പെൻപാലും കൂടെയാണ് എൻ്റെ കയ്യിൽ എത്താനുള്ളൂ, വേറൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് എഴുതാൻ വേണ്ടി റെഡിയായി, സംഭവങ്ങൾ അയക്കാൻ വേണ്ടി ഷെല്ലൊക്കെ ഇവിടെ എടുത്തു വെച്ചു. ഇനിയാണ് സീൻ മാറുന്നത്. ഒരു 2-3 ദിവസം മുന്നേ ഞാനൊരു സംഭവം അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇത്. വേറെ ഒന്നുമല്ല, 2 ഫ്ലോട്ടിംഗ് ഷെൽഫാണ്. ഞാൻ ഡെസ്ക് മേക്ക് ഓവർ പ്ലാൻ ചെയ്തപ്പം എന്തെങ്കിലും ഒരു ചേഞ്ച് എന്ന് വിചാരിച്ചപ്പം എനിക്കൊരു ഫ്ലോട്ടിംഗ് ഷെൽഫ് വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 100 തവണ ഇത് വാങ്ങണോ അങ്ങനെ വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് ഓർഡർ ചെയ്തത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം വെച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാ, അങ്ങനെ അങ്ങ് ഓർഡർ ചെയ്തു. റിവ്യൂ പിക്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഇൻറ്റ്യൂഷനോ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ ഞാനങ്ങ് ഓർഡർ ചെയ്തു. കിട്ടിയപ്പം നല്ല അടിപൊളി ഷെയ്ഡ്, എൻ്റെ ടേബിളിന് മാച്ച് ആയിട്ടുള്ള ഷെയ്ഡ്. പക്ഷെ പിക്ചറിൽ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. പിക്ചറിനെക്കാട്ടും എത്രയോ ബെറ്റർ ആയിരുന്നു ഇത്. 2 ഫ്ലോട്ടിംഗ് ഷെൽഫാണ്. ഞാൻ ഒന്ന് ഈ ഒരു ബെഡിന്റെ തൊട്ട് മേലെയായിട്ട് വെക്കാന്നാണ് വിചാരിച്ചത്, ഒന്ന് ടേബിളിന്റെ മുകളിലായിട്ടും. ഇത് വാളിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ ഡ്രില്ലിംഗ് മെഷീൻ വേണം. അപ്പം അതിന് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന ദിവസമാണ് ഏട്ടൻ ഡ്രില്ലിംഗ് മെഷീനും കൊണ്ട് വന്നത്. അപ്പം ഞാൻ ഒന്നും നോക്കിയില്ല, ഡേ ഇൻ മൈ ലൈഫ് ആ സൈഡിലേക്ക് മാറ്റി വെച്ച് ഡെസ്ക് മേക്ക് ഓവർ വീഡിയോയിലേക്ക് കടന്നു. ഡ്രില്ല് ചെയ്തതുകൊണ്ട് തന്നെ ഫുൾ പൊടിയായി. എത്ര ശ്രമിച്ചിട്ടും പൊടിയിനങ്ങ് തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. അങ്ങനെ റൂമും പൊടിയായി. പിന്നെ നമ്മൾ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ചില്ല, അതിൻ്റെ സെലോ ടാപ്പിൻ്റെ ഗമ്മ് വരുന്ന സ്ഥലത്തൊക്കെ പൊടി പറ്റി പിടിച്ചു. അപ്പം ഇങ്ങനെയായി അവസ്ഥ. 2 തവണ അടിച്ചു വാരി, 2 തവണ തുടച്ചു. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ പൊടി പോക്കി. എന്നാലും ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ ആയാൽ എന്താ, നമ്മൾ ഫ്ലോട്ടിംഗ് ഷെൽഫ് അതാ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ഡെസ്ക് മേക്ക് ഓവർ ഒക്കെ ആണെങ്കിലും ഡെസ്കിന്റെ സ്ഥാനം മാറ്റുന്നില്ല, അവിടെ തന്നെയാണ് ഇപ്പോഴും ഡെസ്ക് വെച്ചത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഡെസ്കിന്റെ സെറ്റപ്പ് എനിക്ക് വലിയ മോശമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ കണ്ട് ചെറിയൊരു ചേഞ്ച് വന്നാലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ മാറ്റുന്നത്. മേ ബി 1 മാസം കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ഈ ഒരു സെറ്റപ്പ് മാറ്റും. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? അത്രയേ ഉള്ളൂ ഇവിടെയും. പക്ഷെ എനിക്കറിയില്ല കേട്ടോ, ഇനി ഫൈനൽ ആ സെറ്റപ്പാണോ ഈ സെറ്റപ്പാണോ എനിക്കിഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മേ ബി ഇപ്പോഴത്തെ ഈ സെറ്റപ്പ് ആയിരിക്കും നന്നാവുക. പക്ഷെ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു സ്പേസിൽ ഇരിക്കാനും ഒന്ന് സാധനങ്ങളൊക്കെ ഈ ചേഞ്ചായി വെക്കുമ്പം സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാനും ഒരു വേറെ തന്നെ ഒരു കോസി കംഫർട്ട് വൈബിലേക്ക് എത്തും ഇത് ഒരു ചേഞ്ച് വരുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു ചേഞ്ച് വരുത്തുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആ പശ ഒട്ടിച്ച് അവിടെയൊക്കെ പൊടിയാണ്, അത് ഞാൻ തുടച്ചിട്ടൊന്നും പോകുന്നില്ല. അപ്പം ഞാനത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞു പോസ്റ്റേഴ്സ് വലിയ പോസ്റ്റേഴ്സ് ഒട്ടിച്ച സ്ഥലത്തേക്ക് വെച്ചു. എനിക്ക് വലിയ പോസ്റ്റേഴ്സ് ഇപ്പോൾ വേണ്ടാന്ന് തോന്നി. എന്താണെന്നറിയില്ല, എനിക്കത് വേണ്ടാന്ന് തോന്നി. ടേബിൾ ഞാൻ വെറുതെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ച് തുടച്ചപ്പോഴാണ് ഗായ്സ് നോക്കൂ ചെളിമണ്ണ് പോലെ പൊടി പറ്റി കിടക്കുന്നു. അപ്പം ഞാൻ വേറൊരു തുണി എടുത്ത് കൊണ്ടുവന്ന് നന്നായിട്ട് തുടച്ചു.
അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ സാധാ പ്രോപ്പർട്ടീസ്, കയ്യിലുള്ള പ്രോപ്പർട്ടീസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. പുതിയൊരു ഗസ്റ്റ് എന്ന് പറയാൻ ദാ ഈ ഒരു ലാമ്പ് ആണല്ലോ. പിന്നെ ഈ ഒരു മിറർ ബോൾ പ്ലാന്ററും കൂടെ ടേബിളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ അല്ലായിരുന്നല്ലോ. പിന്നെ ഞാൻ വിളിച്ചു ഇവിടെ വെച്ച് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം, അങ്ങനെ ഇതിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വരുന്ന ഒരു പോട്ടും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ ഇവിടെ വെച്ച് നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ആ മണി പ്ലാന്റ് തന്നെ വെക്കാം, എന്നാൽ മുന്നിൽ കണ്ടാൽ മാത്രമേ എനിക്ക് വെള്ളം ഒഴിക്കാൻ ഓർമ്മ വരുള്ളൂ. അതുകൊണ്ട് അവിടെ തന്നെ വെച്ചു. മുന്നിലായിട്ട് പൊടി പറ്റിയ സ്ഥലം ഒന്ന് മറയ്ക്കാൻ വേണ്ടി ഞാൻ കുറേ ഐഡിയ ആലോചിച്ചു കേട്ടോ. എന്തൊട്ടിക്കും വലിയ പോസ്റ്റേഴ്സ് വേണ്ട. ലാസ്റ്റ് ഞാൻ ആ ഒരു നമ്മുടെ കഴിഞ്ഞ റൂം മേക്ക് ഓവർ വീഡിയോയിൽ ചെയ്തല്ലോ, ആ ഒരു സംഭവം അവിടെ ഹാങ് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു വിഷൻ ബോർഡ് നമ്മുടെ ആ ഫ്ലോട്ടിംഗ് ഷെൽഫിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം നമ്മളെ നേരെ വാളിൽ ഫിക്സ് ചെയ്ത സംഭവമായിരുന്നു ഈ വിഷൻ ബോർഡ്. പക്ഷെ അവിടെ എപ്പോഴും ഹാങ് ചെയ്ത് അഥവാ അവിടെ ഫിക്സ് ചെയ്ത് നിൽക്കുന്നില്ല. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ താഴേക്ക് വരും. അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രോപ്പർ സ്ഥലം അതിന് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ ടേബിളിൽ അത്ര സാധനം മതിയായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു ഫേക്ക് പ്ലാന്റും കൂടെ എവിടെ വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എവിടെ വെക്കണം എന്ന് എനിക്കൊരു പിടുത്തമില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ വെക്കാമെന്ന്. അത്ര സാറ്റിസ്ഫൈഡ് അല്ല അവിടെ വെച്ചതിൽ. പക്ഷെ കുഴപ്പമില്ല, ഒരു വൈബ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അവിടെ വെച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടേബിൾ കുറച്ചുകൂടി മിനിമൽ വേണം, എന്നാൽ അധികം മിനിമൽ ആവണ്ട. ഇത് വെച്ചപ്പോൾ എനിക്ക് വല്ലാണ്ട് ഒരു ഓവറായിപ്പോയ പോലൊക്കെ തോന്നി. പക്ഷെ പിന്നെ എപ്പോഴേലും എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാലോ. ഇത് ടെമ്പററി ആണല്ലോ, പെർമനന്റ് ഒന്നും അല്ലല്ലോ. പിന്നെ അവിടെ നിന്നോട്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ വെച്ചു. ഈ ഒരു കുഞ്ഞു മിറർ ബോൾ ഓർമ്മയില്ലേ? ഇത് ഞാൻ 4 പീസ് എടുത്തിട്ട് നമ്മളെ ബെഡിന്റെ മേലെയുള്ള ഫ്ലോട്ടിംഗ് ഷെൽഫിന്റെ അവിടെയായിട്ട് എങ്ങനെയോ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴാ താഴെ വീഴാന്ന് അറിയില്ല. ഇത് നമ്മൾ നേരത്തെ ടേബിളിന്റെ അവിടെ ഒട്ടിച്ച സ്റ്റാറി നൈറ്റ് പെയിന്റിംഗ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഈ ഒരു ഫ്രെയിമിലേക്ക് മാറ്റി വെച്ചിട്ട് ആ ഒരു ഫ്ലോട്ടിംഗ് ഷെൽഫിലേക്ക് ആഡ് ചെയ്തു. കൂടെ തന്നെ ആ ഫേക്ക് പ്ലാന്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ഡിസ്കോ ബോൾ ആ വിഷൻ ബോർഡ് വെച്ചില്ലേ, അതിന്റെ സൈഡിലായിട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് ആ ഒരു ബുക്ക് കാർട്ടും സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചെയറും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പെൻപാൽ അയച്ച സമയത്ത് ആദര തന്നിട്ടുള്ള ഒരു ഡെക്കോർ പീസാണ്. ഇതും കൂടെ ഞാൻ ഫ്ലോട്ടിംഗ് ഷെൽഫിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചേഞ്ചസ് ആണ് ഞാൻ വരുത്തിയത്. ആ ഒരു ബെഡിൻ്റെ മേലെയായിട്ടുള്ള ഫ്ലോട്ടിംഗ് ഷെൽഫിലും ആ ഒരു പിക്ചറും പ്ലാന്റും ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ ടേബിളിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തു. ഇനിയുള്ള ആകെ ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫേക്ക് വൈൻ പ്ലാന്റ് അവിടെ വേണോ അല്ലെങ്കിൽ എടുത്ത് മാറ്റണോ എന്നാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. വേണോ അങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ട്, മാറ്റണോ അല്ലെങ്കിൽ അവിടെ തന്നെ നിന്നോട്ടെ, അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട്. നിങ്ങൾ തന്നെ പറയൂ. അപ്പൊ ചെറിയൊരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മേക്ക് ഓവർ എന്നൊക്കെ പറയാൻ പറ്റുമോന്നറിയില്ല, പക്ഷെ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് നോക്കിട്ടോ. ഈ ഒരു ലാമ്പൊക്കെ വെച്ച് ഇരുന്ന് നോക്കിയപ്പം കുറച്ചുകൂടെ പഴയതിനേക്കാളും കുറച്ചുകൂടെ ഒരു കോസി കംഫർട്ട് വൈബ് എനിക്ക് വന്നിട്ടുണ്ട്. വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടുമില്ല, അത് വേറെ കാര്യം. ആ ഒരു ഫേക്ക് പ്ലാന്റിന്റെ കാര്യത്തിൽ മാത്രമേ എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളൂ. ഇപ്പം മിറർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് ഷെൽഫ് അതാ ബാക്കിൽ കാണുന്നുണ്ട്. ഒരു 2:30-3 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഈ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോഴേക്കും. ഇതിപ്പോൾ രാത്രി ആയിട്ടോ. ഞാൻ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെൻപാൽ ചെയ്യണം. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആയി മാറി ലാസ്റ്റ് ഇതാ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ റിപ്ലൈ എഴുതുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു പെൻപാൽ റിപ്ലൈ എഴുതുന്നത്. റിപ്ലൈ അല്ലെങ്കിൽ ഒരു പെൻപാൽ തന്നെ എഴുതുന്നത് ഫസ്റ്റ് ടൈമാണ്. അതിൻ്റേതായിട്ടുള്ള കുറേ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എനിക്കിതിനെപ്പറ്റി ഇങ്ങനെ തന്നെ ആണോ അങ്ങനെ ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. ഇത് ഞാനിപ്പോൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ആൻസേഴ്സും പിന്നെ ദിസ് ഓർ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെത് റിപ്ലൈയും കൊടുക്കുകയാണ്. ആക്ച്വലി എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ദിസ് ഓർ ദാറ്റ് ചോദിച്ച ആ പേപ്പറിൽ തന്നെ സർക്കിൾ ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ട് അയക്കാനാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ഞാനൊരു വേറെ പേപ്പറിലേക്ക് അത് മൊത്തം എഴുതിയിട്ട് അതിൽ മാർക്ക് ചെയ്ത് അയക്കാനാണോ എന്ന് എനിക്കറിയില്ല, സ്റ്റിൽ അറിയില്ല. പക്ഷേ ഞാൻ വേറൊരു പേപ്പറിലേക്ക് ആക്കിയിട്ട് എഴുതിയിട്ട് അയച്ചതാണ്. എനിക്ക് കറക്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ അങ്ങനെ അയച്ചതാണ്. മേ ബി ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ അതിൽ സർക്കിൾ ചെയ്തിട്ടായിരിക്കും, എനിക്ക് സ്റ്റിൽ അറിയില്ല. അങ്ങനെ അയച്ചു.
സത്യം പറഞ്ഞാൽ ആദ്യം അയച്ചത് വാസ് പെർഫെക്റ്റ്, അടിപൊളിയായിരുന്നു. കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്രയും എഫേർട്ട് ഇട്ട് എനിക്ക് അത്രയും അങ്ങോട്ടേക്ക് ഒന്നും അയക്കാൻ പറ്റിയില്ല. വളരെ കുറച്ച് സാധനം മാത്രമേ ഉള്ളൂ. അതിലെനിക്ക് നല്ല സങ്കടമുണ്ട്. നെക്സ്റ്റ് ടൈം നല്ലോണം അയക്കാമെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഒന്നും അയക്കാൻ പറ്റിയില്ല. ആതിരയ്ക്കാണെങ്കിൽ കുറച്ച് തിരക്കായിപ്പോയി, എനിക്കും തിരക്കായിപ്പോയി. പെട്ടെന്ന് പെൻപാൽ എത്തിക്കുകയും വേണം. എന്തോ ഇങ്ങനെ അയച്ചു. കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആതിര കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. അവൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ട, ലെറ്റർ മാത്രം മതി, അങ്ങനെയാട്ടോ പറയുന്നത്. അപ്പം ഞാനിതാ ലെറ്റർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസും ദിസ് ഓർ ദാറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗിഫ്റ്റ്സും, അതൊക്കെയാണ് ഇത്. ഇനി ഇതൊക്കെ ഒരു പാക്കറ്റിലാക്കിയിട്ട് നാളെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അയക്കണം. അപ്പം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എൻഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഇടയിലൊരു ഡ്രസ് മേക്ക് ഓവർ വന്നേ ഉള്ളൂ. എന്താണെന്നറിയില്ല, ഞാൻ എപ്പം ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങിയാലും എന്തൊക്കെയോ കൊണ്ട് അത് ചീറ്റിപ്പോവും. ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഒരു ഡേ ഇൻ മൈ ലൈഫ്, അത് കഴിഞ്ഞിട്ട് വാട്ടർമെലൺ വ്ളോഗ്, അത് കഴിഞ്ഞിട്ട് ഈ ഡ്രസ് മേക്ക് ഓവർ പോലെ ചെയ്യാനാണ്. പക്ഷെ എല്ലാം തകിടം മറിഞ്ഞു പോയി, തിരിഞ്ഞു മറിഞ്ഞു പോയി. എന്നാലും ആദ്യം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരു ആംബിയൻസ് ക്രിയേറ്റ് ആയി. എനിക്ക് കുഴപ്പമില്ലാണ്ട് ഇഷ്ടമായി. രാത്രിയൊക്കെ ഒരു കോസി വൈബ് ഉണ്ട് ആ ലാമ്പ് വന്നപ്പോൾ. ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.